ഹായ് കൂട്ടുകാരെ, ഞങ്ങൾ ഇന്ന് പരിസര നിരീക്ഷണത്തിനായി ഇറങ്ങിയതാണ്. ടീച്ചർ പഠിപ്പിച്ചു തന്ന വിവിധ തരം ആവാസ വ്യവസ്ഥകളാണ് ഞങ്ങൾ ഇന്ന് നിരീക്ഷിക്കാൻ പോകുന്നത്. വരൂ, നമുക്ക് പോവാം. ആദ്യം നമ്മൾ പോകുന്നത് അബ്ബാസിക്കാന്റെ വീട്ടിന്റെ അടുത്തുള്ള കുളത്തിലേക്കാണ്. ഏറ്റവും ലളിതമായ ഒരു ആവാസ വ്യവസ്ഥയാണ് കുളം. നോക്കൂ, കുളത്തിന് ചുറ്റും നിറയെ ചെടികൾ, അവയിൽ പല നിറത്തിലുള്ള പൂക്കളുമുണ്ട്. അതിൽ പൂമ്പാറ്റകളും തുമ്പികളും വന്നിരിക്കുന്നത് കണ്ടോ? ഹായ് മഞ്ചാടി, ഇതെങ്ങനെ ഇവിടെ എത്തി? അപ്പ ഇവിടെ എവിടെയോ മഞ്ചാടിമരമുണ്ട്. ദാ മഞ്ചാടിമരം. ഇതൊക്കെ എടുത്തോ, നമുക്ക് ഗണിതപ്പെട്ടിയിൽ വെക്കാം. ഷിഹാൻ, കുളത്തിൽ ഏതൊക്കെ ജീവികൾ ഉണ്ടാവും? മീന്, ഞണ്ട്, തവള, അത്രയുള്ളൂ എനിക്കറിയാം. മീന്, തവള, ഞണ്ട്, ഒച്ച്, നീർക്കോലി, ഇതുപോലെ പേരറിയാത്ത കുറെ ജീവികൾ കുളത്തിലും കുളക്കരയിലും വസിക്കുന്നുണ്ട്. എന്തൊരു തണുപ്പ്! ഇത് ഐസും കട്ടനെക്കാട്ടിലും തണുപ്പുണ്ടല്ലോ. കൈകളെ കേട്ടിട്ടില്ലേ? അമീബിക് മസ്തിഷ്ക ജലം. മനുഷ്യന്റെ അമിതമായ ഇടപെടലുകൾ കൊണ്ട് ജലസ്രോതസ്സിലെ വെള്ളങ്ങളെല്ലാം മലിനമായിരിക്കുന്നു. ഇതെന്താ നിറയെ പെട്ടികൾ? തേനീച്ചപ്പെട്ടിയാണ്. തേനീച്ച വളർത്തൽ ഒരു കൃഷിയാണ്. നമ്മളുടെ തേനീച്ചകൾ പുറത്തു പോയി പൂക്കളിൽ നിന്ന് തേൻ ശേഖരിച്ച് അകത്തോട്ട് വരുന്നു. ഇനി നമ്മൾ പോകുന്നത് കുന്നിൻ പുറത്തേക്കാണ്. ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും ഒരുമിച്ച് വസിക്കുന്ന സ്ഥലമാണ് കുന്ന്. ദേ പരുന്ത്! പരുന്ത് ഇത്ര താഴെ പറക്കുന്നത് ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. ഇനി നമ്മൾ പോകുന്നത് പാടത്തേക്കാണ്. പണ്ടൊക്കെ എല്ലാ പാടങ്ങളിലും നെൽകൃഷി ഉണ്ടായിരുന്നു. നെൽകൃഷി ഉണ്ടായിരുന്നപ്പോ പൊന്മാൻ, കൊക്ക്, ഞണ്ട് തുടങ്ങിയ പലതരം ജീവികളുടെ ആവാസവ്യവസ്ഥയായിരുന്നു. ഇപ്പോ എല്ലാ പാടങ്ങളിലും വാഴ, കവുങ്ങ് ഒക്കെയാണ് കൃഷി ചെയ്യുന്നത്. വരൂ, ഈ പാടത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം.
ഇതെന്താ പാമ്പിന്റെ മാളമാണോ? അല്ല, ഇത് ഞണ്ടിന്റെ മാളമാണ്. നമുക്കിതിൽ ഞണ്ടുണ്ടോന്ന് നോക്കിയാലോ? ഇതോടെ ഞങ്ങളുടെ നിരീക്ഷണം അവസാനിക്കുന്നില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ആവാസ വ്യവസ്ഥകളെക്കുറിച്ച് ഞങ്ങൾ നിരീക്ഷിക്കാൻ ശ്രമിക്കും.